നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ അടിക്കടി വളരുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ, അത് BJP ആണ്. ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കും ശനിദശ കാലമാണ്. എല്ലാ പാർട്ടികളിൽ നിന്നും ആൾക്കാർ BJP-യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP-യിലേക്ക് അടിക്കടി ആൾക്കാർ എത്തുമ്പോൾ വലിയ ആവേശത്തിലാണ് അണികളും. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും BJP-യിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിന്റെ നാനാതുറകൾ എന്ന് പറയുമ്പോൾ ആശുപത്രി ഉടമകൾ അടക്കമുള്ളവർ, അങ്ങനെ എല്ലാ മേഖലയിലും പെട്ടവർ BJP-യിലേക്ക് ആകൃഷ്ടനാകുന്നു. ഇന്നും ഇന്നലെയുമായി BJP-യിലേക്ക് ഏതാണ്ട് ഒഴുകിയെത്തിയത് പ്രശസ്തരായ 30ഓളം പേരാണ്. മെഡിട്രീന ഹോസ്പിറ്റലിന്റെ ചുമതലയുള്ള ഡോക്ടർ അടക്കമുള്ളവർ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധി പേർ BJP-യിലേക്ക് ഇന്നലെ മുതൽ ഒഴുക്ക് തുടരുകയാണ്. KPCC സെക്രട്ടറി ജോബ് ഇന്ന് BJP-യിലേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി പേർ അങ്ങനെ NCP-യിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും പല മേഖലയിൽ നിന്നും പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ളവരെല്ലാം തന്നെ BJP-യിലേക്ക് വരികയാണ്. ഇന്നും ഇന്നലെയുമായി ഏതാണ്ട് 30ഓളം പേരെ, 30-ലധികം പേരെ, 30ഓളം പേരെന്ന് പറയുന്നത് 30-ലധികം പേരെ BJP സ്വീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പോയാൽ ദിവസം കഴിയുന്തോറും BJP-യുടെ അടിത്തറ വിപുലമാവുകയാണ്. നേരത്തെ BJP-യോട് വലിയ ഒരു അയിത്തം പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരും ഒരു ബദലായി കാണുന്നത് BJP-യാണ്. നരേന്ദ്രമോദിയുടെ ആ ഭരണപരിഷ്കാരങ്ങൾ, നരേന്ദ്രമോദി നടപ്പാക്കിയ പദ്ധതികൾ, നരേന്ദ്രമോദിയുടെ നേതൃത്വമൊക്കെയാണ് പലരെയും BJP-യിലേക്ക് എത്തിച്ചേരാനുള്ള കാരണമായി മാറ്റുന്നത്. ഏതായാലും ഇന്നും ഇന്നലെയുമായി ചേർന്ന പ്രമുഖരെ നമുക്കൊന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ഈ പത്രസമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ പാർട്ടി നേതാക്കന്മാരോടൊപ്പം തന്നെ പാർട്ടിയിലേക്ക് പുതുതായിട്ട് വന്ന ചില നേതാക്കന്മാരും സംബന്ധിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നാട്ടികയുടെ MLA CC മുകുന്ദൻ BJP-യിലേക്ക് മെമ്പർഷിപ്പ് എടുത്തത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് അത് നടന്നു. മുൻ MLA-മാർ ആയിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ ഇന്ന് NDA-യുടെ പക്ഷത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ദിനമാണ്. KPCC ജനറൽ സെക്രട്ടറി ശ്രീ MJ ജോബ് ആണ് ഇന്ന് ഈ പരിപാടിയിൽ വെച്ച് BJP-യുടെ അംഗത്വം എടുക്കുന്നത്. അദ്ദേഹം സെനറ്റ് മെമ്പർ, സിൻഡിക്കേറ്റ് മെമ്പർ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്, KSUവിൻ്റെ ജനറൽ സെക്രട്ടറി തുടങ്ങി നിരവധി ചുമതലകൾ കോൺഗ്രസിൽ വഹിച്ച് ഇന്ന് KPCC-യുടെ ജനറൽ സെക്രട്ടറിയാണ്. തീരദേശ മേഖല കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങളായിട്ട് നേതൃത്വം നൽകുന്ന വ്യക്തിത്വമാണ് ശ്രീ MJ ജോബ്. അദ്ദേഹം ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമാവുകയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ശ്രീ ജയകുമാർ മുന്നോക്ക വികസന കോർപ്പറേഷൻ ഡയറക്ടർ എന്ന ചുമതല ഒഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് BJP-യിലേക്ക് എത്തുന്നത്. അദ്ദേഹം NCP-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ആ ചുമതലയും രാജിവെച്ച ശേഷം ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് മാറുകയാണ്. ശ്രീ ജയകുമാറിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ശ്രീ പ്രണേഷ് രാജേന്ദ്രൻ ചിറ്റൂരിലെ കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം DCC ഉപാധ്യക്ഷൻ, സേവാദൾ പ്രവർത്തകൻ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം ചിറ്റൂർ കോൺഗ്രസിലെ നിരവധി നേതാക്കന്മാർ ഇന്ന് ശ്രീ പുൽപ്പള്ളി പ്രകാശ്, ശ്രീ സുനിൽ രാഘവപുരം, ശ്രീ സേതു വേർക്കോലി, ശ്രീ ശിവകുമാർ തുടങ്ങി ചിറ്റൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ശ്രീ പ്രണേഷ് രാജേന്ദ്രനോടൊപ്പം ഇന്ന് BJP-യിൽ അംഗത്വമെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ശ്രീമതി ആതിര അനിൽകുമാർ ചെന്നിത്തല ജില്ലാ പഞ്ചായത്തിലെ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകയായിരുന്നു. ആതിര അനിൽകുമാറും അവരുടെ
ഭർത്താവ് ശ്രീ വിനീഷ് കുറുപ്പും കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ വിനീഷ് കുറുപ്പും ഉൾപ്പെടെയുള്ളവർ ഇന്ന് പാർട്ടിയുടെ അംഗത്വമെടുക്കുകയാണ്. എല്ലാവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവരെ സ്വീകരിക്കുന്നതിനായിട്ട് പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിക്കുകയാണ്. ആദ്യം ശ്രീ എം ജെ ജോബ്, KPCCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഷോളിട്ട് സ്വീകരിക്കുന്നു. ശ്രീ ജയകുമാർ, മുന്നോക്ക വികസന കോർപ്പറേഷൻ ഡയറക്ടറും NCPയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ജയകുമാർ അവർകളെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ പ്രണേഷ് രാജേന്ദ്രൻ, ചിറ്റൂരിലെ ജനകീയ നേതാവും നിരവധി കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഇന്ന് ജോയിൻ ചെയ്യുന്ന ശ്രീ പ്രണേഷ് രാജേന്ദ്രനെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീമതി ആതിര അനിൽകുമാർ, ചെന്നിത്തല ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് നേതാവ് ശ്രീമതി ആതിര അനിൽകുമാറിനെ സ്വീകരിക്കുന്നു. ശ്രീ പൊൽപ്പള്ളി പ്രകാശിനെ ഷോളണിയിച്ച് സ്വീകരിക്കുന്നതിനായി രാജീവേട്ടനെ ക്ഷണിക്കുന്നു. ശ്രീ സുനിൽ രാഘവപുരത്തെ ഷോളിട്ട് സ്വീകരിക്കുന്നതിനായിട്ട് സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കുന്നു. ശ്രീ സേതു വേർക്കോലി അവർകളെ സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ശ്രീ വിനേഷ് കുറുപ്പ്, ശ്രീ ശിവകുമാർ തമ്പി, ശ്രീ ശിവകുമാർ, ബഹുമാനീയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നമ്മളോട് സംസാരിക്കുന്നു. അതിനുശേഷം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ കുറച്ചു കാലമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു. BJP NDA ഈ ഇലക്ഷൻ കാണുന്നത് ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണുന്നു. അത് എത്ര ഗൗരവമായിട്ട് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഇന്നലത്തെ ഞങ്ങളുടെ ആദ്യത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ്. നമ്മുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും മത്സരിക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ ജനങ്ങൾ കാണുന്ന ഈ കാണുന്ന ഇലക്ഷനെ മാറ്റത്തിൻ്റെ ഇലക്ഷനായിട്ട് കാണുന്നു. എത്ര കൊല്ലമായി ഇവിടെ ഭരിച്ച കോൺഗ്രസും CPM എന്തു ചെയ്തു, എന്ത് സ്ഥിതിയിലാണ് നമ്മുടെ നാട്ടിൽ വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. അതിനെ മാറ്റണം. ആ മാറ്റം കൊണ്ടുവരാനാണ് BJP NDA ഇലക്ഷൻ മത്സരിക്കുന്നത്. ആ മാറ്റം കൊണ്ടുവന്നാൽ ഇവിടെ ഒരു വികസിത കേരളം സൃഷ്ടിക്കണം. അതിനൊരു കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. അത് ഞങ്ങൾ വരാൻ പോകുന്ന 20 ദിവസം ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ഇന്നിപ്പോൾ BJPയിൽ ചേർന്ന എല്ലാ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ പേര് ഞാൻ എടുക്കുന്നില്ല. ജോബ് ജി, ജയകുമാർ ജി, പ്രണേഷ്, ആതിര, അവരൊപ്പം മറ്റ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് നമുക്ക് ഈ വികസിത കേരളം, നമ്മൾ എല്ലാവരും ഒരു ടീം വികസിത കേരളത്തിൻ്റെ ഭാഗമായി മുമ്പോട്ട് പോവും. ഞാൻ ആദ്യം ജോബ്ജിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാനിവിടെ ലോക്സഭ ഇലക്ഷൻ മത്സരിക്കാൻ വന്നപ്പോൾ തീരദേശത്തെല്ലാം പോകുമ്പോൾ അവിടെ നടക്കാത്ത കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രയോ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പരിഹരിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അത് കടലാക്രമണമാണോ, അവരുടെ വീട് കുടിവെള്ളമാണോ, അവരുടെ തൊഴിലാണോ, അതിലെല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്, ചെയ്യുന്നില്ല. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തി തീരദേശമാണോ, കർഷക മേഖലയാണോ, ഇതിലെല്ലാം ഒരു നല്ല കാഴ്ചപ്പാടും ഒരു ഭാവി സൃഷ്ടിക്കാൻ BJP NDAൻ്റെ ഐഡിയാസ് ആ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തി ഇവരൊപ്പം ഞങ്ങളെല്ലാം പ്രവർത്തിച്ച് അത് നടപ്പിലാക്കുന്ന ഞാൻ ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ രാഷ്ട്രീയം ചെയ്യുന്നത് പവറിന് വേണ്ടിയിട്ടോ
ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്. BJP NDA എന്നൊരു സംസ്ഥാനം നരേന്ദ്രമോദിജി കഴിഞ്ഞ 12 കൊല്ലമായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയം, അതിൻ്റെ ലക്ഷ്യം നാടിനെ നന്നാക്കാനും നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനാണ്. അതിനുവേണ്ടി ഇന്ന് ഇവർ ഈ ടീമിൽ വരുന്നു. അവരെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഉറപ്പ് തരുന്നു, നമ്മൾ ഒരുമിച്ച് ജനങ്ങളുടെ അനുഗ്രഹവും പിന്തുണയും ഞങ്ങൾക്ക് കിട്ടിയാൽ ഒരു നല്ല മാറ്റം ഈ നാട്ടിൽ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്, കഴിവുണ്ട് എന്ന് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളോട് ശ്രീ MJ ജേക്കബ്, KPCCയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അത് ശ്രീ MG ജോബ് സംസാരിക്കും. പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇന്നലെ ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അവിടെ BJP ചേരുമെന്നുള്ള സൂചനയും ആലപ്പുഴയിലെ എൻ്റെ സ്നേഹിതന്മാരായ പത്രപ്രവർത്തകർക്ക് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇന്ന് വന്ന് ഈ സംസ്ഥാന അധ്യക്ഷൻ്റെ കയ്യിൽ നിന്നും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള അംഗീകാരം ഏറ്റുവാങ്ങുന്നത്. 50 വർഷക്കാലം ഞാൻ ജനിച്ചത് പുന്നപ്രയിലാണ്. എൻ്റെ അയൽവാസികളാണ് പ്രിയപ്പെട്ട അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ VS അച്യുതാനന്ദനും G സുധാകരൻ അടക്കമുള്ള ഒത്തിരി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഇടയിലാണ് ഞാൻ പ്രവർത്തിച്ചത്. പുന്നപ്രയിൽ ഞാൻ KC പ്രവർത്തനാകുമ്പോൾ എൻ്റെ അച്ഛനവിടുത്തെ അറിയപ്പെടുന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു, അച്യുതാനന്ദനോടൊപ്പം. അന്ന് അച്യുതാനന്ദൻ ഏരിയ കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറിയായിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇത്രയും കാലം പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിനിടയ്ക്ക് എനിക്കൊരു മോഹഭംഗമോ അല്ലെങ്കിൽ ഈ സീറ്റ് കിട്ടാത്തതിൻ്റെ ഒരു പൊട്ടിത്തെറിക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്ത ഒരാളുമല്ല ഞാൻ. പക്ഷേ പുന്നപ്രയുടെ മണ്ണിൽ ഇന്ന് പുന്നപ്ര പഞ്ചായത്ത് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അവിടുത്തെ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. കൈനേരി പഞ്ചായത്ത്, ഒരുപക്ഷെ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി നോക്കിയാൽ അറിയാം പണ്ടത്തെ കൈനേരി എന്താണെന്നുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഒരുത്തനും ഇവിടെ കാലുകുത്താൻ വയ്ക്കത്തില്ല. അതും കോൺഗ്രസിൻ്റെ കയ്യിലാണ്. പുറക്കാട് പഞ്ചായത്ത് കോയ്സ് പ്രത്യേകിച്ചൊരു G സുധാകരനെ കൊണ്ടുവന്നിട്ട് UDF ജയിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. പക്ഷെ അവിടുത്തെ ചില നേതാക്കന്മാരെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവിടെ തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഇവിടെ ഞങ്ങളുടെ പ്രിയങ്കരായ എൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാർക്ക് ഒരു വർഷം അവർ നിൽക്കുന്ന പാർലമെൻ്ററി സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോയാൽ അവരുടെ ഭാര്യമാർക്ക് അവരെ നോർമലാക്കാൻ വേണ്ടി സൈക്കാട്രിസ്റ്റിനെ വിളിക്കേണ്ടി വരും. ഞാൻ 50 കൊല്ലം ഒരു പാർലമെൻ്ററി സ്ഥാനത്തേക്ക് ഒരു സ്ഥാനവും ചോദിച്ചു വന്ന ഒരാളൊന്നുമല്ല. ഞാൻ അതിൻ്റെ ഒരു മോഹം മൂത്തൊന്നും ഇറങ്ങി പുറപ്പെട്ട ആളുമല്ല. ജീവിതത്തിൽ ഒത്തിരി തിക്താനുഭവങ്ങൾ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒത്തിരി മർദ്ദനങ്ങളും ഒത്തിരി പീഡനങ്ങളും ഒക്കെ ഈ അടുത്ത കാലത്തും പലർക്കും അറിയാം. എൻ്റെ വീട് കയറി ആക്രമിച്ചിട്ടുണ്ട്, പലവട്ടം ആക്രമിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനെ, അമ്മയെ, സഹോദരങ്ങളെയൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് അന്നത്തെ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അച്യുതാനന്ദൻ്റെ കീഴിലുള്ളതാണ് ഇത് കാണുന്നത്. G സുധാകരൻ്റെ നേതൃത്വത്തിൽ ഇത് കാണുന്നത്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിന്ന് സുധാകരൻ എന്നുള്ള സ്ഥാനത്ത് കാമാറ്റി കൂയർത്തെന്ന് പറഞ്ഞ് പൊട്ടിക്കരിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. ഞങ്ങൾക്ക് അടിയുണ്ട്, മൂട്ടയിരുണ്ടിട്ടുണ്ട്, ഒത്തിരി അക്രമം. എന്നേക്കാൾ കൂടുതൽ അക്രമത്തിന് ഇരയായിട്ടുള്ള ഒത്തിരി പേരുണ്ട് ആ പുന്നപ്രയുടെ മണ്ണിൽ, അമ്പലപ്പുഴയുടെ മണ്ണിൽ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളുമായിട്ടൊന്ന് ആലോചിക്കണമായിരുന്നു. അവിടെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒത്തിരി സംസ്ഥാന നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയകാര്യ സമിതിയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആരുമായിട്ടൊന്നും ആലോചിച്ചില്ല. ഡൽഹിയിൽ നിന്ന് തീരുമാനം ഇങ്ങോട്ട് വരികയാണ്. ഈ നിമിഷം വരെ G സുധാകരൻ കോൺഗ്രസിൻ്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ നിമിഷം വരെ G സുധാകരൻ ഐക്യജനാധിപത്യ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ നിമിഷം വരെ പിണറായി വിജയൻ അടുത്ത 5 കൊല്ലം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അടുത്ത 5 വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നൊരു നേതാവിൻ്റെ വീട്ടിൽ ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പിന്തുണയുമായിട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ നാണം കെട്ടൊരു ഏർപ്പാടായിട്ടാണ് ഞാൻ കരുതുന്നത്. അതാണ് എൻ്റെ ഞാൻ ദീർഘമായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന് ഇപ്പോൾ എയർപോർട്ടിൽ പോകണം, ഡൽഹി പോകണമെന്നാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട്
ശ്രീ കെ കരുണാകരൻ്റെയും ശ്രീ എ കെ ആന്റണിയുടെയും ശ്രീ വയലാർ രവിയുടെയും ശ്രീ ഉമ്മൻചാണ്ടിയുടെയൊക്കെ പാരമ്പര്യം, ആ പാരമ്പര്യമുള്ളൊരു പാർട്ടിയിൽ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ ശരീരഭാഷ നിങ്ങൾ സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിക്കണം. ഐ വിൽ ഓർഡർ, ഐ ആം ദി സ്റ്റേറ്റ്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ മാറ്റി വെച്ചിട്ട് കരുണാകരൻ്റെ ജീവിതചരിത്രവും ശ്രീ എ കെ ആന്റണിയുടെ ചരിത്രവും ജീവിച്ചിരിപ്പുണ്ടല്ലോ, എന്നെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന ഒരു പ്രതിസന്ധി അല്പം രക്ഷപ്പെടാൻ പറ്റും. അത് അത്രയും പറയാം. വളരെ നന്ദി ശ്രീ എം ജെ ജോബ്. നമ്മളോട് ശ്രീ ഹലോ ശ്രീ ജയകുമാർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നുള്ളതാണ്. NCPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. കൂടാതെ സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ്റെ ഡയറക്ടറുമായിരുന്നു. ഇന്നു മുതൽ BJPയിൽ ചേർന്ന് പ്രവർത്തിക്കാം എന്ന് തീരുമാനിച്ചത് ദേശീയ തലത്തിൽ ശ്രീ മോദിജിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന നല്ല ഭരണത്തിൻ്റെയും കേരളത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ ആയിട്ട് നമ്മുടെ രാജീവ്ജിയെ പോലെയുള്ള സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് ശേഷം കേരളത്തിൽ BJPക്ക് ഉണ്ടായൊരു മാറ്റം, എനിക്കൊരു സ്പെഷ്യലായിട്ടൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ. ഞാൻ ഒരു മുൻ സൈനികനാണ്, നാവികസേനയിൽ നിന്ന് വിരമിച്ചൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും എയർഫോഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് കൂടുതൽ സ്വീകാര്യമായി. മറ്റ് കാര്യങ്ങളൊന്നുമില്ല. കേരളത്തിൻ്റെ വികസനത്തിനായി, നല്ലൊരു നാളേക്കായി, ഇനി മാറ്റം കൊണ്ടുവരാനായി ഞാനും BJPക്കൊപ്പം NDAക്കൊപ്പം ഇന്നു മുതൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. എല്ലാവരുടെയും അനുഗ്രഹ ആശീർവാദങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ പ്രണേഷ് രാജേന്ദ്രൻ. പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. ചിറ്റൂർ കോൺസ്റ്റിറ്റ്യുവൻസി പുൽപ്പള്ളി മണ്ഡലത്തിൽ നിന്നാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. സേവാദൾ കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 5 വർഷക്കാലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു. ഇതിന് എൻ്റെ ഒരു മാറ്റം നാടിനൊരു നന്മയ്ക്കും അവിടുത്തെ കാർഷിക മേഖലയ്ക്ക് നല്ലൊരു പിന്തുണയും നൽകിക്കൊണ്ട് കർഷകരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവരെ സമീപിച്ചത്. അവരിൽ നിന്ന് കിട്ടിയ ഉറപ്പ് കർഷകരെ സംരക്ഷിക്കാനും കാർഷിക മേഖലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇക്കാലം വരെ കോൺഗ്രസിനും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ചെയ്യാൻ കഴിയാത്തത് കർഷകർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയോടെ ചെയ്യാമെന്നുള്ള ആ ഉറപ്പ്. മാത്രമല്ല, ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ അതിന് മുഖ്യ കാരണം കോൺഗ്രസിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് മാറി ചിന്തിക്കേണ്ടി വന്നത് കോൺഗ്രസിൻ്റെ ചിറ്റൂരിലെ കുടുംബാധിപത്യം. അച്ഛൻ മാറിയാൽ അനിയൻ, അനുജൻ മാറിയാൽ മകൻ, രാഷ്ട്രീയത്തിനെയും പ്രസ്ഥാനത്തിനെയും മറന്നുകൊണ്ടുള്ള ആ കുടുംബാധിപത്യത്തിന് ഞങ്ങൾക്കാർക്കും ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരുടെ അടിമയായി പിന്തുടരാനും കഴിയില്ല. അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന DCC പ്രസിഡൻറ്റ്, നിലവിൽ പാലക്കാട് ജില്ലയിൽ DCC പ്രസിഡൻറ്റ്, ഇവരെല്ലാം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി ആത്മാർത്ഥമായ പാർട്ടി പ്രവർത്തകരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു മാതൃകയാണ് അവരിന്നും മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനവും നിലവാരമില്ലാത്തൊരു നേതൃത്വവും തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ളവർക്ക് അതിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ പുൽപ്പള്ളി മണ്ഡലത്തിലും ചിറ്റൂർ കോൺസ്റ്റിറ്റ്യുവൻസിയും പാലക്കാട് മേഖലയും കാർഷിക മേഖല ആയതുകൊണ്ട് കർഷകർക്ക് വേണ്ടി ഞാൻ ഇന്ന് BJP പ്രസ്ഥാനത്തിനെ തിരഞ്ഞെടുത്ത് എന്നും കർഷകരോടൊപ്പം ഞാൻ ഉണ്ടാവും. അവരുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ആവശ്യാനുസരണം കർഷകരെ സംരക്ഷിക്കുമെന്നുള്ള നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഉറപ്പ് ഏവർക്കും ഈ അവസരത്തിൽ നേരുന്നു. ഇന്നു മുതൽ BJP പ്രസ്ഥാനത്തിൽ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. എല്ലാവർക്കും നന്ദി. ആതിര അനിലും 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആതിര അനിൽകുമാർ. മാവേലിക്കരയാണ് സ്വദേശം. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ
ചെന്നിത്തല ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ഞാൻ മത്സരിച്ചത്. അങ്ങനെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമുള്ള വ്യക്തിയല്ലായിരുന്നു ഞാൻ. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അധ്യാപനം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടി, മത്സരിച്ചപ്പം UDF ഘടകകക്ഷി കേരള കോൺഗ്രസ്സിലായിരുന്നു മത്സരിച്ചത്. എല്ലാവരൊന്നും പറയില്ല, കുറച്ച് ആൾക്കാർ ആ ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്ക് പുതിയതായതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണ് ഒരു ഇലക്ഷൻ നേരിടേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം അവിടെ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് അനുഭവങ്ങൾ വിഷമം ഉണ്ടാക്കുന്നതായിരുന്നു. മത്സരം കഴിഞ്ഞ് എന്നെപ്പോലെ ഒരു പുതിയതായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആൾ നമ്മുടെ നാടിനും അതുപോലെ തന്നെ വളർന്നു വരുന്ന ഒരു അമ്മയും കൂടെയാണ് ഞാൻ. അപ്പം കാണാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഏകദേശം നമ്മുടെ ഭാരതത്തിലേക്ക് മോദിജിയുടെ ഭരണം വന്നതിന് ശേഷം ഞാനൊരു അഡോളസെൻ്റ് ആയിരുന്ന കാലവും ഇന്നിപ്പോൾ ഒരു അഡൾട്ട്ഹുഡ് ആയിരിക്കുന്ന കാലം, ഇത്രയും ഒരു നീണ്ട കാലത്ത് ഞാൻ ആ വ്യത്യാസം കണ്ടറിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടും നമ്മുടെ ഇന്ന് നമ്മുടെ നാടിന് വേണ്ടതും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും സംസ്കാരവും തനതായ സമ്പത്തും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഈ BJP പാർട്ടിയിലേക്ക് ചേർന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടിയും ആത്മാർത്ഥതയോടു കൂടിയും തന്നെ പ്രവർത്തിക്കാൻ, എൻ്റെ പരിമിതമായ കഴിവും അറിവും വെച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി. ശ്രീ പൊൽപ്പള്ളി പ്രകാശ് അവരുടെ വാക്ക്. പുൽപ്പള്ളി പ്രകാശനാണ്. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുമ്പോൾ KSUയിലൂടെ പ്രവർത്തനം തുടങ്ങിയതാണ്. അതിനുശേഷം ചിറ്റൂർ കോൺസ്റ്റിറ്റ്യൂഷനിൽപ്പെട്ട പുൽപ്പള്ളി പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തനത്തിന് വേണ്ടി സജീവമായി 40 വർഷക്കാലം പ്രവർത്തിച്ചയാളാണ്. ആ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ ഞാനടക്കമുള്ള ആളുകൾക്ക് ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. കാരണം പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്ന അന്നു മുതൽ ഏകദേശം 50 വർഷക്കാലം ആ പഞ്ചായത്ത് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM എന്നൊരു പാർട്ടിയാണ്. അതിൽ മനംതൊണ്ട് അതൊരു മാറ്റം വേണമെന്ന് പുൽപ്പള്ളിയിലെ സാധാരണപ്പെട്ട ആളുകളൊക്കെ കുറച്ച് കാലമായി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അത് മാറ്റത്തിന് വേണ്ടി, ആ ഭരണമാറ്റത്തിന് വേണ്ടി സജീവമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് 2022 ശ്രീ പ്രാണേഷ് പുൽപ്പള്ളിയുടെ മണ്ഡലം പ്രസിഡൻ്റായി ചാർജ് എടുത്ത ശേഷം സജീവമായി പ്രവർത്തിക്കുകയും ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുൽപ്പള്ളിയിൽ കോൺഗ്രസ് പിടിക്കും എന്നുള്ള ധാരണ എല്ലാവർക്കും CPMകാർ കൂടി സമ്മതിച്ച ആ ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിനിടയിൽ ദയനീയമായി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നിസ്സാര വോട്ടുകൾക്ക് കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടു, ഭരണം നഷ്ടപ്പെട്ടു. അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ മനസ്സിലാക്കിയത് അത് തോൽപ്പിച്ചത് CPMോ BJPയോ അല്ല, കൂടെ നിന്ന കോൺഗ്രസിലെ ചില ആളുകൾ തന്നെയാണ് മനഃപൂർവ്വം ശ്രീ പ്രാണേശം അടക്കമുള്ള ആളുകളെ തോൽപ്പിച്ചത് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇനി ആ ലക്ഷ്യം നടക്കില്ല, ആ ഭരണമാറ്റം എന്ന ലക്ഷ്യം കോൺഗ്രസിനെ കൊണ്ട് നടക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള ആ മുന്നേറ്റത്തിൽ ഞങ്ങൾ ഇന്നലെ വരെ തിരഞ്ഞെടുത്ത കോൺഗ്രസ് എന്ന മാർഗം മാറ്റി ഇപ്പോൾ BJP എന്ന മാർഗത്തിലൂടെ പോകാൻ, അതുകൊണ്ടാണ് ഈ മാർഗം സ്വീകരിച്ചതും BJPക്ക് വരാൻ ഉള്ള കാരണം. ഞങ്ങൾക്ക് ലക്ഷ്യമൊന്നാണ്, പക്ഷെ ആ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഈ മാർഗം പറ്റില്ല. അതുകൊണ്ടാണ് BJPക്ക് തരുന്നത്. അതുപോലെ തന്നെ പ്രണേഷ് സൂചിപ്പിച്ചത് പാലക്കാട് ജില്ല കാർഷിക മേഖലയാണ്, പ്രത്യേകിച്ച് ചിറ്റൂർ. അവിടെ കർഷകർ വളരെ കാലമായി മാറി വരുന്ന ഈ MLAമാർ ആരും തന്നെ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല. ആ കർഷകർക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഇപ്പോൾ പറ്റിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ആ ലക്ഷ്യത്തിലേക്ക് ഉള്ള പോരാട്ടത്തിന് എല്ലാവരുടെയും പാർട്ടിയുടെയും ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെയും പിന്തുണയുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും വളരെ നന്ദി. മാധ്യമ സുഹൃത്തുക്കൾക്കും അതോടൊപ്പം തന്നെ നവാഗതരായി പാർട്ടിയിലേക്ക് എത്തിയ എല്ലാ നേതാക്കന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു, സ്വാഗതം ചെയ്യുന്നു.